കമ്മിറ്റ്മെൻറ്റ് ഞാൻ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോയിൽ കമ്പോസിങ്ങിനായി ചെല്ലുമ്പോൾ ഒരുപക്ഷെ കമ്പോസിങ്ങിനേക്കാൾ പ്രാധാന്യം ഈ ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കാൻ വരുന്ന കുട്ടികളെ അവർക്ക് അനുവദിച്ചിരിക്കുന്ന സമയം പൂർണ്ണമായി അദ്ദേഹത്തിന് വിനിയോഗിക്കാൻ കഴിയുക എന്നുള്ളതിന് എപ്പോഴും ഒരു പ്രാധാന്യം കൊടുക്കുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ഈ ആശയം, ഈ സംഗീത ആരാധനയും ഒപ്പം അതിനോടനുബന്ധിച്ചുള്ള പുരസ്കാരങ്ങളും അദ്ദേഹം നൽകുന്നു എന്നുള്ളത് അദ്ദേഹം വളർന്നു വന്ന ആ സംഗീത ശാഖയോടും അല്ലെങ്കിൽ അത്തരം ഒരു ശാഖ നിലനിർത്തേണ്ടതാണെന്നും പുതിയ തലമുറയെ അതിനോട് അടുപ്പിക്കേണ്ടതാണെന്നുമുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള പ്രയത്നത്തിന് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഉദ്ദേശത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. എല്ലാ ഭാവങ്ങളും ചലച്ചിത്ര മേഖലയിൽ പങ്കെടുക്കുന്ന എല്ലാ ആൾക്കാരും അദ്ദേഹവുമായി സഹകരിക്കുന്ന എല്ലാവരും ഇതിനോടൊപ്പം ഉണ്ടാവുമെന്ന് എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. എല്ലാ ഭാവങ്ങളും എൻ്റെ പരപൂജ്യ ഗുരുജി പത്മവിഭൂഷൺ സംഗീത് മാർത്താണ്ഡ് പണ്ഡിറ്റ് ജസ്രാജിയുടെ പേരിൽ അദ്ദേഹത്തിൻ്റെ നാമധേയത്തിൽ ഒരു സംഗീത ആരാധന സംഘടിപ്പിക്കണമെന്ന് വളരെ കാലമായിട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അത് ബേബിയുടെ അടുത്തും പറഞ്ഞു, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അപ്പോഴേക്ക് കോവിഡിൻ്റെ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് അത് പിന്നെ അങ്ങോട്ട് തുടരാൻ പറ്റാതിരുന്നത്. എന്തായാലും എല്ലാറ്റിനും ഒരു സമയമുണ്ടല്ലോ, ഇത് അതിൻ്റെ ഒരു സമയമാണെന്ന് മനസ്സിലാക്കി. അപ്പോൾ ഇതിൽ തുടങ്ങിയപ്പോഴും ഇതിന് നടന്നു, അതാണ് കാര്യമുണ്ടായത്. അപ്പോൾ ഇതിൽ വളരെ പ്രഗത്ഭരായിട്ടുള്ള ഈ ഫെസ്റ്റിവലിൽ വളരെ പ്രഗത്ഭരായിട്ടുള്ള മ്യൂസിഷ്യൻസ്, ഡോക്ടർ പണ്ഡിറ്റ് അജയ് പഹങ്കർ, ഇദ്ദേഹത്തിൻ്റെ കോൺസേർട്ടാണ് ഫസ്റ്റ് ഡേ ഉള്ളത്. സംഗീത ആരാധന എൻ്റെ മനസ്സിലുള്ളത്, ഈ പേര് കൊടുക്കുമ്പോൾ തന്നെ നമ്മൾക്ക് സൗത്ത് ഇന്ത്യയിലാണ് ഈ ആരാധന സ്വഭാവം കൂടുതൽ വന്നിട്ടുള്ളത്. ബാക്കിയെല്ലാം സമാരോഹമാണ്. ഇപ്പോൾ താൻസൻ, മിയ താൻസൻ സംഗീത് സമാരോഹ്, അതേപോലെ ഡോബർലൈൻ സംഗീത് സമാരോഹ്, സവായി ഗന്ധർവ് സംഗീത് സമാരോഹ് ഒക്കെയാണ്. അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് നമ്മളൊക്കെ സൗത്ത് ഇന്ത്യൻ സംഗീത ആരാധനയാണ് ശരിക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ ഞാൻ ആലോചിച്ചപ്പോൾ ഗുരുജിയുടെ പേരിൽ സംഗീത ആരാധനയാണ് നമ്മൾക്ക് വളരെ നല്ലത്. കാര്യം ഒന്നും ആഗ്രഹിക്കാതെ വന്ന് പെർഫോം ചെയ്യണം. സംഗീതം മുഴുവനായിട്ടും അർപ്പണമാണ്, ഡെഡിക്കേഷനാണ്, അർപ്പണമാണ്. അപ്പോൾ ഈ അർപ്പണം എന്ന ഭാവം ഈ പേരിൽ തന്നെ വേണം എന്ന ഒരു കാര്യം. ബാക്കി കാര്യങ്ങൾ പിന്നീട് നടക്കും. അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ഇതിന് നാമകരണം ചെയ്തിട്ടുള്ളത്. പിന്നീട് അത് വേണമെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം വേണമെങ്കിൽ സംഗീത് സമാരോഹ ആവാം, സംഗീത മ്യൂസിക് ഫെസ്റ്റിവലായി മാറാം, അതൊക്കെ പിന്നീടുള്ള കാര്യങ്ങൾ. എന്തായാലും ഫസ്റ്റ് ഡേ പങ്കെടുക്കുന്നത് ഡോക്ടർ അജയ് പഹങ്കർ. ഈസ് എ വണ്ടർഫുൾ സിംഗർ, വളരെ വലിയ പാട്ടുകാരനാണ്. ഇദ്ദേഹം 8 വയസ്സിൽ ചൈൽഡ് പ്രോഡിജി ആയിരുന്നു. 8 വയസ്സിൽ ബഡേ ഗുലാം അലി ഖാൻ സാബ് കേട്ടിട്ട് ഇദ്ദേഹത്തിൻ്റെ മ്യൂസിക്കിന് പിന്നെ നമ്മുടെ ഗസൽ സാഹിബ് ബേഗം അക്തർ ഏറ്റവും ഗസലിൻ്റെ ഏറ്റവും വലിയ മഹാറാണിയാണ് അവർ ഗസലിൽ. അപ്പോൾ ഇവർ കേട്ടിട്ട് ഈ പാട്ടുകാരനെ അന്ന് ബ്ലസ് ചെയ്തതാണ്. അപ്പോൾ അദ്ദേഹം ഇന്ന് ഹീസ് നൗ 76. അദ്ദേഹം എത്തുന്നുണ്ട്. അദ്ദേഹം ഗുരുജിക്കായിട്ട് വളരെ ബന്ധമാണ്, ഗുരുജിക്ക് വളരെ ഇഷ്ടപ്പെട്ട പാട്ടുകാരനാണ്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ കൊണ്ട് അതൊക്കെ നടന്നു വന്നാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും സെക്കൻഡ് ഡേ നമ്മൾ ബിസ്മില്ല ഖാൻജിയെ ആർക്കും മറക്കാൻ പറ്റില്ല നമ്മുടെ ഇന്ത്യൻ സംഗീതത്തിൽ. ബിസ്മില്ല ഖാൻജിയുടെ അഡോപ്റ്റഡ് ഡോട്ടർ പത്മശ്രീയാണ് അവർ, സോമ ഘോഷ്. ഇവർ സെക്കൻഡ് ഡേ വരുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിൽ വളരെ പ്രഗത്ഭനായ ഗായകൻ, അദ്ദേഹമാണ് 20-ാം തീയതി പെർഫോം ചെയ്യുന്നത്, ജയദീപ് മെവുണ്ടി. അപ്പോൾ ഇങ്ങനെ എല്ലാവരും വളരെ പ്രഗത്ഭരായിട്ടുള്ള മ്യൂസിഷ്യൻസാണ് ഈ ആരാധനയിൽ ഫസ്റ്റ് ഇയർ. നമ്മളിപ്പോൾ ആദ്യമായിട്ട് തുടങ്ങുകയാണല്ലോ. എന്തായാലും
നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വളരെ അത്യാവശ്യമാണ് നമുക്ക് ഈ കാര്യത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ. പിന്നെ എല്ലാ വർഷവും ഗുരുജിയുടെ പേരിൽ ഒരു അവാർഡ് നമ്മൾ കൊടുക്കാറുണ്ട്. സുരേർ ഗുരു പണ്ഡിറ്റ് ജസ്രാജ് പുരസ്കാർ. ഈ സുരേർ ഗുരു എന്ന ഈ ഒരു ടൈറ്റില് ഗുരുജിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടൈറ്റിലായിരുന്നു. ഇത് കൽക്കട്ടയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ള, അപ്പൊ ഞാൻ ഗുരുജി ഉള്ളപ്പോഴും ഗുരുജിയോട് ഞാൻ പറഞ്ഞിരുന്നു ഈ ഒരു ടൈറ്റില് ആണ്. അപ്പോൾ ഹി വാസ് സോ ഹാപ്പി. ആ സമയത്ത് ഗുരുജി വളരെ സന്തോഷവാനായിരുന്നു. ഈ ഒരു പേര് ഇത് എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതൊക്കെ കിട്ടി എന്ന് പറഞ്ഞു. അപ്പോൾ സുരേർ ഗുരു പണ്ഡിറ്റ് ജസ്രാജ് പുരസ്കാർ, ഇത് 4ാമത്തെ പുരസ്കാരമാണ്. ഇത് കൊടുക്കുന്നത്, ഇത് നമ്മൾ നൽകുന്നത് പിന്നെ ഡോക്ടർ പണ്ഡിറ്റ് അജയ് പോങ്കർജിക്കും. പിന്നെ നമ്മൾ സൂര്യ വളരെ കാലമായിട്ട് സൂര്യ കാണുന്നുണ്ടല്ലോ. ഈ സൂര്യ ഫെസ്റ്റിവലിൽ ഞാൻ ആദ്യമായിട്ട് വരുന്നത് ഗുരുജിയുടെ കൂടെയാണ്. എൻ്റെ ഗുരുജിയുടെ കൂടെ 1987 ഞാൻ 1987 സൂര്യ ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ വരുന്നത് ഗുരുജിയുടെ കൂടെ. അപ്പോൾ അതിലും മുന്നേ ബിസ്മില്ല ഖാൻജി മുതൽ പണ്ഡിറ്റ് രവിശങ്കർജി മുതൽ ഓൾ മ്യൂസീഷ്യൻസിനെ ഇവിടെ സൗത്ത് ഇന്ത്യയിൽ എത്തിച്ചിട്ടുള്ളത് സൂര്യയാണ്. അപ്പോൾ സൂര്യ കൃഷ്ണമൂർത്തിയെ നമ്മൾ ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഹിന്ദുസ്ഥാനി സംഗീതം മാത്രമല്ല, ഒരുപാട് നോർത്ത് ഇന്ത്യൻ കലാരൂപങ്ങൾ മൊത്തം നമ്മളിൽ എത്തിച്ചിട്ടുള്ളത് അദ്ദേഹമാണ്, സൂര്യ വഴിയാണ്. അപ്പോൾ ഈ സുരേർ ഗുരു പുരസ്കാരം 2 പേർക്കാണ്. ഒന്ന് അജയ് പൊങ്കർജിയും പിന്നെ സൂര്യ കൃഷ്ണമൂർത്തിജിക്കും ഇതാണ് കൊടുക്കുന്നത്. പിന്നെ ഇത് സംഭവിക്കുന്നത് സൂര്യയിൽ ഗണേശൻ എന്ന വേദിയിലാണ്. എന്തായാലും ഇതിവിടെ ഇത്തവണ ചെയ്യാൻ പറ്റുന്നതിൽ വലിയ സന്തോഷം. വലിയൊരു ബ്ലെസ്സിങ്സ്, ഗുരുജിയുടെ ഒരു ബ്ലെസ്സിങ്സ് കൊണ്ടാണ് ഇതിവിടെ സംഭവിക്കുന്നതെന്ന് പൂർണ്ണമായിട്ടും ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമാണിത്. പിന്നെ എൻ്റെ കൂടെ ബേബിയേട്ടൻ, പിന്നെ രാജ്മോഹൻജി വളരെ വർഷങ്ങളായിട്ട് ഒരുമിച്ചുള്ളതാണ്. പിന്നെ ബർമാജി, രാജീവ് സാറ്, പിന്നെ എൻ്റെ കൂട്ടുകാര് ഇവിടെ ഉണ്ട് ബാക്കിൽ 2 പേര്. നമസ്കാരം. ഇവിടെ ഇരിക്കുന്നവർ വിചാരിക്കുന്നുണ്ടാവും ഈ ഒരു മനുഷ്യൻ ഇതുമായിട്ട് എന്താ കാര്യം എന്നുള്ളത്. അതൊന്ന് ക്ലിയർ ആക്കാൻ വേണ്ടി മാത്രം രമേഷ് ജി എന്തെങ്കിലും വായിക്കാന്നപ്പോൾ ഞാൻ 2 വാക്ക് പറയുകയാണ്. ഞങ്ങള് ചിറ്റൂർ കോളേജിലെ ക്ലാസ്മേറ്റ്സാണ്, കോളേജ് മേറ്റ്സാണ്. അപ്പോൾ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഇദ്ദേഹം പ്രീ ഡിഗ്രിക്ക് വന്ന് ജോയിൻ ചെയ്തു. അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു ഓർക്കസ്ട്ര ടീമൊക്കെ ഉണ്ടാക്കി. അതിൽ ഇദ്ദേഹം ഗിറ്റാർ വായിക്കും, പാടുകയും ചെയ്യും. അങ്ങനെയായിരുന്നു അന്നത്തെ കാലം. അങ്ങനെ ഞാൻ ആ സമയത്ത് സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയതുകൊണ്ട് രതിനിർവേദമൊക്കെ ആയിട്ട് പോയി. പിന്നെ കുറച്ച് കാലം കോളേജിൽ വരവൊന്നും ഉണ്ടായില്ല. ഒരു സമയത്ത് കോളേജിൽ വന്നു കഴിഞ്ഞപ്പോൾ അന്ന് ഞങ്ങൾ രമേഷ് കുമാർ എന്നാണ് അദ്ദേഹത്തിനെ വിളിച്ചിരുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടുന്ന് പെട്ടെന്ന് രമേഷ്ജിയെ പിന്നെ കണ്ടിട്ടില്ല. പിന്നെ ഒരു 10-17 കൊല്ലം എനിക്ക് രമേഷ്ജിയുടെ യാതൊരു വിവരവും ഇല്ലായിരുന്നു. ഞാനാണെങ്കിൽ മദ്രാസ് വാസിയായിരുന്നു. പിന്നീട് ഞാൻ കാണുന്നത് പ്രശസ്ത സംഗീത സംവിധായകനായ ശ്രീ കണ്ണൂർ രാജന്റെ സംഗീത സംവിധാനത്തിൽ തിരുവനന്തപുരം ദൂരദർശന് വേണ്ടി ലളിതഗാനങ്ങൾ പാടാൻ വേണ്ടി വന്നപ്പോൾ അതിൻ്റെ ഓർക്കസ്ട്ര ഇങ്ങനെ അറേഞ്ച്മെന്റ് നടക്കുമ്പോൾ ഒരാൾ ഒരു മൂലയിലിരുന്ന് സിത്താർ വായിക്കുന്നുണ്ട്. നോക്കിയപ്പോൾ പരിചയമുള്ള ഒരു മുഖം, അതായിരുന്നു രമേഷ് നാരായൺ. പിന്നീട് ആ ബന്ധം ഞങ്ങൾ പിന്നെ മുറിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. അപ്പൊ ഇതിലൊരു കാര്യം എനിക്ക് പറയാനുള്ളൂ. ഭഗവത്ഗീത ഉണ്ടായ സമയത്ത് അതിനെ പറ്റിയിട്ട് ഭഗവത്ഗീതയിൽ വിശ്വാസം ഉണ്ടാകത്തില്ലോ എന്നുള്ളതൊന്നല്ല കേട്ടോ ഞാൻ പറയുന്ന കാര്യം. കൃഷ്ണന്റെ കൃഷ്ണനും അർജുനനും ഭയങ്കര തിക് ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പൊ സഖേ കൂട്ടുകാരാന്ന് വെച്ചാൽ വന്നപ്പോ ഭഗവാൻ ഭഗവത്ഗീത ഒന്നും ഉപദേശിച്ചില്ല. അവസാനം ഒരു നിവൃത്തിയില്ലാത്ത സിറ്റുവേഷൻ വന്നപ്പോ ശിഷ്യഭാവത്തിൽ വന്നപ്പോഴാണ് ഈ ഭഗവത്ഗീത ഉപദേശിച്ചതെന്നാണ് പറയുന്നത്. അതുപോലെ എടാന്ന് വിളിച്ചുകൊണ്ട് നടന്നതാണ് ഞങ്ങള്. അപ്പൊ ഒന്നും ഇദ്ദേഹത്തിന്റെ വാല്യൂ എനിക്ക് മനസ്സിലായിരുന്നില്ല. പിന്നീടാണ് ജസ്രാജിയുടെ അടുത്തൊക്കെ പഠിച്ചു എന്നുള്ള ശരിക്കുള്ള രമേശ് നാരായണനെ മനസ്സിലാക്കാൻ വളരെ സമയമെടുത്തു. എന്തായാലും ആ മനസ്സിലാക്കിയത് ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. പിന്നെ ഇദ്ദേഹം
കമ്പോസ് ചെയ്ത ആദ്യത്തെ പാട്ട് വേണമെങ്കിൽ പാടിയത് ഞാനാണെന്ന് പറയാം, സിനിമയിലല്ല, നിങ്ങൾ കോളേജിൽ പഠിക്കുമ്പോൾ. എന്തായാലും അതൊക്കെ തിരുവയ്യാർ സ്റ്റൈലിൽ ഒരു സംഗീതാരാധന രമേഷ് പ്ലാൻ ചെയ്യുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എന്നെ വിളിച്ച് ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, നീ കൂടെ നിൽക്കണം